ലോക്ഡൌണിൽ ഇളവ് ചർച്ച ചെയ്യാൻ കേന്ദ്ര മന്ത്രിതല സമിതി യോഗം ചേർന്നു. രാജ്നാഥ് സിംഗും അമിത്ഷായും പങ്കെടുക്കുന്നു. അടച്ചിടൽ തുടരണമെന്ന നിലപാടുമായി 7 സംസ്ഥാനങ്ങൾ. ജിജി വരുന്ന ദിവസമല്ലേ? എത്ര നാളായി നേരിലൊന്ന് കണ്ടിട്ട്. രാവിലെ ജിജി എത്തുന്നതിന് മുമ്പ് എല്ലാവരും റെഡിയാക്കണം. പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? സമയം എത്ര ആയെന്ന് വല്ല വിചാരം ഉണ്ടോ ഇവന്? എണീക്കടാ. ഇന്ന് ജിജി വരുന്ന കാര്യം നീ മറന്നോ? രാവിലെ 10 മണിക്ക് എത്തുമെന്നല്ലേ ജിജി പറഞ്ഞത്? ഞാൻ ഈ പറയുന്നല്ലോ, നീ കേൾക്കുന്നുണ്ടോ? എന്ത് പണിയാ സി പോയി കാണിച്ചത്? മനുഷ്യ ഉറങ്ങാൻ സമ്മതിക്കില്ല. മര്യാദ കുറിച്ചോളൂ നിനക്ക്. ഞാൻ എഴുന്നിട്ടൂടാ വരുന്നു. ഇവരെന്തോ കാര്യമായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് പോയി നോക്കാം. എടാ അലക്സി, എന്റെ ചായ എടാ. അങ്ങനെ എടാ തോമാച്ച, എടാ കിടക്കപ്പായ കിടന്നുകൊണ്ട് ചായ രാവിലെ കിടന്ന് മോങ്ങിയ ചായ അങ്ങ് വരത്തില്ല. ചുമ്മാ പാത്രം എടുത്തിങ്ങനെ പൊട്ടിയാലും ചായ ഉണ്ടാവത്തില്ല. ചായ ഉണ്ടാകണമെങ്കിൽ അത് പ്രത്യേകം മിശ്രിതം തന്നെ കൂട്ടണം. ചായപ്പൊടിയും പാലും ഒക്കെ ഇട്ട് പ്രത്യേക മിശ്രിതം തന്നെ കൂട്ടണം. എടാ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കലയാ. അത് നിനക്കറിയാമല്ലോ ഓൾറെഡി. അല്ലേ ഷെരീഫിക്ക? അല്ല സോറി ഷെരീഫിക്ക, പറഞ്ഞ ശരിയല്ലേ? ഈ തേങ്ങായും നിന്റെ തലടിപ്പെടുത്ത കോലം തമ്മിൽ നല്ല സാമ്യമുണ്ട് കേട്ടോ. രണ്ടും പേടാ. നീ ആ ചെക്കൻ വയലുണ്ടാവുന്നതിനപ്പുറം അവനിത്തിരി ചായ കൊടുത്താൽ മതി. നീ എന്നാ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണോ? നീ എവിടെ പോയതാ? ഞാനേ ജിജിക്ക് കുറച്ച് കരിക്ക് മേടിക്കാൻ പോയതാ. അതാ ഈ സഞ്ചിയില്. ബിജു, ബിജു, ഏയ് ബിജു, ഇവിടെ ഇറങ്ങി വാടാ. പണ്ടാരാണോ ഞാൻ? പണ്ടാരക്കുളം ബിജു. എടാ റോജ ചക്കരെ, ഐ ആം സോറി. പക്ഷേ മനുഷ്യൻ ഒന്നിലേക്ക് മാത്രമായി ചുരുങ്ങി. അതിജീവിക്കാനുള്ള അശ്രാന്ത പരിശ്രമം അവനെ സംബന്ധിച്ച് നിലവിൽ മറ്റ് അജണ്ടകളൊന്നും തന്നെ. ഒന്ന് ജീവിച്ചു പോയാൽ മതി എന്ന അവസ്ഥയിലേക്ക് ആർഭാടത്തിന്റെയും വെട്ടിപ്പിടിക്കലിന്റെയും മത്സരത്തിന്റെയും അവനെ കാണുന്നില്ലല്ലോ. ഹലോ, ജിജിയാണേ. എനിക്ക് ഇന്ന് അവിടെ വരാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കുറച്ച് പേഷ്യൻസിന് കോവിഡ് പോസിറ്റീവായി. കുറച്ച് സ്റ്റാഫ് എല്ലാം ഐസൊലേഷനിലും കൂടെയാണ്. ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഹോസ്പിറ്റലിൽ തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെയാലും പുറത്തോട്ടൊന്നും ഇറങ്ങരുത്. കൈ നല്ലതായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകണം. കോവിഡ് കഴിഞ്ഞ